മുന്നേ എവിക്ഷനിലൂടെ പുറത്തായ കണ്ടസ്റ്റൻറ്റുകൾ ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ. ഇപ്പം മുൻഷി രഞ്ജിത്തും RJ ബിൻസി, സരിക കലാഭവൻ, ശൈത്യ ഇവരിത്രയും പേരാണ് ഇപ്പോൾ വന്നത്. എല്ലാവരും വന്നിട്ട് ഭയങ്കര ബഹളവും കൂവലും, നിവിനും ബിൻസിയും കൂടെ ഭയങ്കര കെട്ടിപ്പിടുത്തവും ബഹളവും അലപ്പും. അതുപോലെ സരിക, പിന്നെ അത് കഴിഞ്ഞിട്ട് മുൻഷി രഞ്ജിത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളെങ്ങും പോയിട്ടില്ലെന്നും പറഞ്ഞിട്ട് ഒരു എന്താ പറയുന്നത് സമരത്തിൻ്റെ ഒരു ഈരടി ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. ഇവർ കേട്ട് ബാക്കിയുള്ളവർ ചൊല്ലുന്നുണ്ട് പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട് എന്താ പറയുന്നത് സുഖമായിട്ടിരിക്കുന്നു, എവിടെ ആയിരുന്നു, ഞാൻ വീട്ടിൽ പോയി ഒരാഴ്ച നോക്കി കണ്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട്. 72 ക്യാമറയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ ചോദിക്കുക എന്നെ കണ്ടില്ലായിരുന്നോ, ഇതിൻ്റെ പുറകിലിരിക്കുന്നവരോടല്ല ഞാൻ പറയുന്നതെന്നൊക്കെ പറയുന്നു. അവർക്ക് ചിലപ്പം ചായ കുടിക്കാനൊക്കെ പോകണമെന്ന് ഉറങ്ങാനും ഒക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളങ്ങനല്ലല്ലോ, നമ്മൾ 10-25 വർഷമായിട്ട് ക്യാമറ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ക്യാമറ അളിയാ കണ്ണ് തുറന്നിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സരിക പറയുന്നുണ്ട് 72 ക്യാമറയിലും പോകണം കേട്ടോ, ഒരു ക്യാമറയുടെ അടുത്ത് മാത്രമല്ല. അനീഷിനെ കണ്ടപ്പോഴത്തേനും മുൻഷി രഞ്ജിത്ത് പറയാണ് BigBossMarry.com എൻ്റെ അണ്ണാ നന്നായിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ചയിൽ അനുമോളെ ആകാശത്ത് നിറങ്ങി താഴെ വാന്ന് പറഞ്ഞപ്പം അവസാനത്തെ ആഴ്ചയിൽ അനുമോളെ താലി കെട്ടി കൂടെ കൊണ്ടുപോകാനാണെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് മുൻഷി രഞ്ജിത്ത് പറയുന്നു. കൃഷിക്കാരനല്ലേ വിത്തിടാമെന്ന് വിചാരിച്ച് കാണുമെന്ന് പറയുന്നുണ്ട്. അനീഷ് ചമ്മി നിൽക്കുക. അനീഷ് പറയുന്നുണ്ട് അല്ല ഓരോരോ സാഹചര്യങ്ങളല്ലേ, എന്നാലും ഇവിടെ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട, നിങ്ങളെ ആരെയും കാണുകയും വേണ്ടെന്ന് പറഞ്ഞൊരാൾ എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്ന വിവാഹ ബന്ധത്തിലൂടെ നിങ്ങളൊരു ബന്ധം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ബിഗ് ബോസിന് വേണ്ടിയിട്ടാണെങ്കിലും എന്ന് മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുകയാണ് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് താല്പര്യമില്ല. അപ്പം രഞ്ജിത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് അത് എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഒരു സ്ട്രാറ്റജിയുടെയും ഭാഗമല്ല. എന്ത് സ്ട്രാറ്റജി? അല്ല അത്രയ്ക്ക് നിയന്ത്രണം വിട്ടുപോയോ, 3 ദിവസം കഴിയുമ്പം പുറത്തിറങ്ങിയിട്ട് മതിയായിരുന്നല്ലോ. അനീഷ് പറയുന്നുണ്ട് അങ്ങനെയല്ല, നമ്മൾ ഇവിടെ ജീവിക്കുമല്ലേ, എന്നാൽ പിന്നെ അപ്പുറത്തെങ്ങനെ ഒരു തട്ടുകട തുടങ്ങി ഇവിടെ അങ്ങ് കൂടിയാൽ മതിയല്ലോ എന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് താമസിപ്പിക്കത്തില്ല, പുറത്തിറങ്ങി താമസിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അനീഷ് വീണ്ടും പറയണം നമ്മൾ കുറേ നാൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇവിടുത്തുകാരായി മാറുമെന്ന് പറയുന്നു. വീണ്ടും മുൻഷി രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട് 10-40 വർഷം അവിടെ നിന്നിട്ട് അവിടുത്തുകാരനായില്ല, ഇവിടെ വന്ന് 100 ദിവസം നിന്നപ്പോഴത്തേനും ഇവിടുത്തുകാരനായി. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞതാ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ആരുമായിട്ട് യാതൊരുവിധ ബന്ധവും കാണത്തില്ലെന്ന് പറഞ്ഞൊരാളാണ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അത് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു കാരണം ഷാനവാസ് ആണെന്ന് പറയുന്നുണ്ട്. രഞ്ജിത്ത് പറയാണ് ഷാനവാസാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് അനീഷ് പറയുന്നു. ഇവരൊരു വൈവാഹിക ജീവിതത്തിലേക്ക് എത്താനുള്ള കാരണക്കാരൻ ഷാനവാസ് ആണെന്നാണ് പറയുന്നത്. ഷാനവാസ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഹൃദയം കല്ലെന്നുള്ള ഡയലോഗ് വീണ്ടും എടുത്തിട്ട് എന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കുത്തി പൊട്ടിച്ചു, എന്നിട്ട് ഞാൻ മാറ്റിയെടുത്തു അതേ ഡയലോഗ്.